നവാഭിഷിക്തനായ സജിയച്ച, ബഹുമാന്യരായ വൈദികരെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ എന്ന സങ്കീർത്തനം 4:3 നാം വായിക്കുന്നു. കർത്താവിൻ്റെ വിളിക്ക് പൂർണ്ണമായി തന്നെ സമർപ്പിച്ച് അവിടുത്തെ വാഗ്ദാനം വിശ്വസിക്കാനും അവിടുത്തെ പ്രബോധനങ്ങൾ സ്വന്തം മാറോട് ചേർത്ത് പുണരാനും ഏറെ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു സജിയച്ചൻ. ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു ഇന്ന് ഈ തിരുവാൾത്താരയിൽ നടന്നത്. അനുഗ്രഹങ്ങളുടെ അമൃതവർഷം അളവില്ലാതെ ചൊരിഞ്ഞ ദൈവത്തിന് കൃതജ്ഞതയുടെ ബലി അർപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച സജിയച്ച രക്ഷയുടെ കാസ കയ്യിലെടുത്തുകൊണ്ട് അങ്ങ് വിശുദ്ധ ബലി അർപ്പിച്ചപ്പോൾ അങ്ങയോടൊപ്പം ഈ ഇടവകയിലെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയം സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും ബലി ദൈവത്തിന് അർപ്പിക്കുകയായിരുന്നു എന്നതിൽ സംശയമില്ല. പൗരോഹിത്യ ജീവിതം യേശുവിനോടൊപ്പം ദൈവത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് ഉയരുകയും മനുഷ്യരുടെ സാർവത്രികതയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്ന ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടിയുള്ള സമ്പൂർണമായ ഒരു ആത്മസമർപ്പണമാണ്. ദിവ്യ സക്രായയ്ക്ക് മുൻപിലെ ഏകാന്തതയിലും ചന്തയിലെ തിരക്കിലും ബഹളത്തിലും ആതുരാലയങ്ങളിലെ വേദനയിലും സഹനത്തിലും ശൈലിയിലെ ദയനീയാവസ്ഥയിലും സമൂഹത്തിൽ ഒറ്റപ്പെടുന്നവരിലും ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള മഹനീയ വിളിയാണ് പൗരോഹിത്യം. ആ വിളിക്ക് കലർപ്പില്ലാതെ ദൈവസ്നേഹത്തിലൂടെ വിരോചിതമായി തെറ്റിദ്ധരിച്ചുകൊണ്ട് പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട അങ്ങേക്ക് ഈ ഇടവകയുടെ പേരിലും മിഷൻ ലീഗ് അംഗങ്ങളുടെ പേരിലും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നോക്കി നിൽക്കെ മാഞ്ഞു പോകുന്ന ആധ്യാത്മികതയും കണ്ടു നിൽക്കെ കാണാമറിയത്തെത്തുന്ന ഈശ്വര പൂജയുമുള്ള ലോകമാണിന്ന്. ഇന്നിൻ്റെ ഈ ലൗകികതയിൽ നിന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യന് വിശുദ്ധിയുടെ പാതയിൽ മുന്നേറുക ഏറെ ദുഷ്കരമാണ്. ഇത്രയും നാൾ ഒഴുക്കിനൊത്ത് നീന്തിയവർ ഒരു സുപ്രഭാതം മുതൽ ഒഴുക്കിനെതിരായി നീന്തി കരപറ്റാൻ ശ്രമിക്കുമ്പോൾ പരാജയങ്ങളേറെ ഉണ്ടാകാം. അപ്പോഴും സഹനത്തിൻ്റെ പാതയിൽ പലതവണ വീണ് പരിഹാസത്തിന് ചിഹ്നമായി ഉയർത്തിയ കുരിശിൽ കിടക്കുന്ന രക്ഷകനെ ഉറ്റുനോക്കുവാൻ അങ്ങേക്ക് കഴിയട്ടെ. സഹനങ്ങളിൽ അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന കരങ്ങളിൽ അഭയം അങ്ങേക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞ സജിയച്ച, വിശുദ്ധി തേടിയുള്ള അങ്ങയുടെ യാത്രയിൽ ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ അച്ഛനോടൊപ്പം ഉണ്ടായിരിക്കും. അനുദിനം അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയിലും അങ്ങയുടെ വിലയേറിയ പ്രാർത്ഥനകളിലും ഞങ്ങളെ കൂടി അനുസ്മരിക്കണമേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്.